ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് മാർച്ച് മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലാകും. RC ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമായി ഡിജിറ്റൽ രൂപത്തിലാക്കും. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ മാസം തന്നെ എല്ലാ വാഹനോടമകളും RCയും ഫോൺ നമ്പറും ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകളാണ് നൽകേണ്ടതെന്നും ഗതാഗത കമ്മീഷണർ H. നാഗരാജു അറിയിച്ചു. സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാനാകുമെന്നും നാഗരാജു വ്യക്തമാക്കി. വാഹനം വാങ്ങി 1 മണിക്കൂറിനുള്ളിൽ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് RC ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നേരത്തെ RTO ഓഫീസിൽ നിന്നും ലൈസൻസ് പ്രിന്റ് ചെയ്ത് തപാലിൽ അയക്കുകയായിരുന്നു. ഇതൊഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റലാക്കിയത്. ഡിജിറ്റലൈസേഷനു ശേഷം RC ബുക്ക് പ്രിന്റ് ചെയ്ത് നൽകുന്നത് ഇതോടെ നിർത്തലാക്കും. നേരത്തെ RC ബുക്ക് ലഭിക്കാൻ കാലതാമസം നേരിട്ടിരുന്നു. പൂർണ്ണമായും ഡിജിറ്റലാകുന്നതോടെ വേഗത്തിൽ RC ബുക്ക് ലഭിക്കും. ഇൻഫോഡെസ്ക്, മൈഫിൻ TV. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിയമാനുസൃതമായി രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്ക് സീനിയോറിറ്റി നിലനിർത്തുന്നതിന് അവസരം. ഏപ്രിൽ 30 വരെ അക്ഷയ കേന്ദ്രം വഴി പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം. 1995 ജനുവരി മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് ഇപ്പോൾ പുതുക്കാനാകും. 2025 ഏപ്രിൽ 30 വരെ സീനിയോറിറ്റി പുതുക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാം. ഇതോടെ യഥാസമയം പുതുക്കാത്തതിനാൽ തൊഴിൽ സാധ്യത നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും അവസരം ലഭിക്കും. ജോലി ലഭിച്ച യഥാസമയം വിടുതൽ സർട്ടിഫിക്കറ്റ് ചേർക്കാത്തവർക്കും യഥാസമയം ചേർക്കാത്തതിനാൽ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്കും അപേക്ഷിക്കാം. ശിക്ഷാ നടപടിയുടെ ഭാഗമായി സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവസരം ലഭിക്കില്ല. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും ഏപ്രിൽ 30 വരെ എംപ്ലോയ്മെന്റ് കാർഡുമായി നേരിട്ടോ മറ്റൊരാൾ മുഖേനയോ ഈ പോർട്ടൽ മുഖേന ഓൺലൈനായോ രജിസ്ട്രേഷൻ പുതുക്കാം. ഇൻഫോഡെസ്ക്, മൈഫിൻ TV. വിദ്യാർത്ഥിയെ കബളിപ്പിച്ച കേസിൽ ബൈജൂസ് ആപ്പ് 1.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സേവനം തൃപ്തികരമല്ലെങ്കിൽ പണം തിരികെ നൽകുമെന്ന വാഗ്ദാനം പാലിക്കാത്തതിനെ തുടർന്നാണ് നഷ്ടപരിഹാരം നൽകാൻ വിധിയായത്. എറണാകുളം സ്വദേശിയായ വിദ്യാർത്ഥിയുടെ പിതാവ് ബൈജൂസ് ലേണിംഗ് ആപ്പിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. ബൈജൂസ് ആപ്പ് നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചാണ് 16,000 രൂപ നൽകി മകനുവേണ്ടി ലേണിംഗ് ആപ്പിൽ ചേർന്നതെന്ന് പിതാവ് പറഞ്ഞു. 3 ട്രയൽ ക്ലാസുകളിൽ വിദ്യാർത്ഥി തൃപ്തനായില്ലെങ്കിൽ മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നായിരുന്നു ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ വാഗ്ദാനം. ട്രയൽ ക്ലാസ് തൃപ്തികരമല്ലാത്തതിനാൽ പണം തിരികെ ആവശ്യപ്പെട്ട പരാതിക്കാരൻ പല പ്രാവശ്യം നേരിട്ടും ഫോൺ മുഖാന്തരവും കമ്പനിയെ സമീപിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല. തുടർന്നാണ് നഷ്ടപരിഹാരവും കോടതി ചെലവും ഫീസായി അടച്ച 16,000 രൂപയും തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത്. ഫീസായി നൽകിയ പണവും 25,000 രൂപ നഷ്ടപരിഹാരവും 10,000 രൂപ കോടതി ചെലവും 45 ദിവസത്തിനകം പരാതിക്കാർക്ക് നൽകണമെന്ന് കോടതി ഉത്തരവ് നൽകി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇടുക്കിയിലും എറണാകുളത്തുമുള്ള ജില്ലാ ഖേലോ ഇന്ത്യ സെന്ററുകളിലെ ട്രെയിനർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുകളിലേക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അപേക്ഷ ക്ഷണിച്ചു. മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുൻ അത്ലറ്റിക് ചാമ്പ്യന്മാരിൽ നിന്നുമാണ് അപേക്ഷകൾ സ്വീകരിക്കുക. പ്രായപരിധി 40 വയസ്സാണ്. എറണാകുളം ജില്ലയിൽ ഫുട്ബോൾ ട്രെയിനറിനെയും ഇടുക്കി ജില്ലയിൽ ജൂഡോ ട്രെയിനറിൻ്റെയും ഓരോ ഒഴിവുകളാണുള്ളത്. അപേക്ഷകർ ഫെബ്രുവരി 28 രാവിലെ 10 യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തിരുവനന്തപുരം കേരള സ്പോർട്സ് കൗൺസിലിൽ ഹാജരാകണം.